ിന് വേണ്ടി ഒരു നാണയം കൊടുക്കൽ, ഒരു രൂപ കൊടുക്കൽ. നീ നാളെ മരണാസന്നനായിട്ട് കിടക്കുമ്പോ മക്കളോട് പറയാണ്, മക്കളെ ആ ഭാഗത്തുള്ള തെങ്ങും തോപ്പ് മുഴുവനും പള്ളിക്കാണ്, പാപ്പാന്റെ ഇന്ന ഭാഗത്തുള്ള മുതൽ പള്ളിക്കാണ്, ഉമ്മാന്റെ അലിക്കത്ത് പള്ളിക്കാ, ഉമ്മാന്റെ ഘടകവള പള്ളിക്കാണെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ആരോഗ്യമുള്ള സമയത്ത്, നല്ല സമയത്തിന് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് ഒരു രൂപ നാണയം കൊടുക്കലാ. അതുപോലെയാണ് ചെറുപ്പക്കാരാ, പൊന്നുമോനെ ചെറുപ്പക്കാരികള്, അള്ളാഹു തന്ന ആരോഗ്യ സമയത്ത് 2 റക്അത്ത് നിസ്കരിക്കല് പടച്ചവനെ, വാർദ്ധക്യ സമയത്ത് 100 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമാണ്. എന്തേ അള്ളാന്റെ റസൂൽ അങ്ങനെ പറഞ്ഞത്? ഒന്ന്, വാർദ്ധക്യ സമയത്ത് ഒരുപാട് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ടാകും, പക്ഷേ അവനിക്ക് നിസ്കരിക്കാൻ കഴിയില്ല. അല്ലേ? അനല്ലേ? ആണോ അല്ലേ? ഒരുപാട് നിസ്കരിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാകും, പക്ഷെ അവനെ കൊണ്ട് അതിന് കഴിയില്ല. യൗവനത്തിലോ എത്ര വേണമെങ്കിലും നിസ്കരിക്കാൻ അവനിക്ക് ആരോഗ്യമുണ്ട്, ആഫിയത്തുണ്ട്, പക്ഷേ അവനിക്കതിന്റെ മനസ്സ് വരൂല്ല. അള്ളാഹു ബോധം നൽകുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു തന്ന ആരോഗ്യമുണ്ടല്ലോ, ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങളോട് പെണ്ണുങ്ങളോട് ഞാൻ ആദ്യമായി എന്നോട് ശേഷം നിങ്ങളോട് പറയുകയാ, പടച്ച തമ്പുരാൻ തന്ന ആരോഗ്യമുണ്ടല്ലോ, ഈ ആരോഗ്യത്തെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് ആഖിറത്തിലേക്കുള്ള കൃഷിഭൂമിയാണ്. ഏത് സമയത്താണ്, എപ്പോഴാണ് പടച്ച തമ്പുരാൻ തന്ന ആയുസ് തിരിച്ചെടുക്കുക എന്ന് പറയാൻ പറ്റൂലല്ലോ. ആ തിരിച്ചെടുക്കുന്ന സമയത്ത് അള്ളാഹു തന്ന ആയുസിന് റബ്ബ് തിരിച്ചെടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അള്ളാന്റെ പരിശുദ്ധ റസൂല് പറഞ്ഞില്ലേ, മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലിയിട്ട് മരിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ, പടച്ചവനെ മരിക്കുന്ന സമയത്ത് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് മരിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ, ആ ഭാഗ്യമാണ് ചെറുപ്പക്കാരാ ഏറ്റവും നല്ല ഭാഗ്യം കേട്ടോ. അല്ലാഹുവേ, ഒരവസരത്തിൽ തിരുവനന്തപുരത്തെ RCCയിലേക്ക് കടന്നു ചെല്ലുമ്പോ 10 വയസ്സുള്ളൊരു പൊന്നുമോനെ ബ്ലഡ് ക്യാൻസറാണ്. അള്ളാഹു കാക്കുമാറാവട്ടെ. നമ്മുടെ പൊന്നുമക്കളെ പടച്ച തമ്പുരാൻ കാത്തു രക്ഷിക്കട്ടെ. ഇന്നലെ വടകരയിൽ പ്രഭാഷണം നടത്തുമ്പോ സദസ്സിന്റെ ഒരു ഭാഗത്ത് വന്നിട്ടൊരു പാവപ്പെട്ട പിതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൈപിടിച്ചിട്ട് പറയുകയാണ്, ഉസ്താദേ ദുആ ചെയ്യണേ, എന്റെ 12 വയസ്സുള്ള പൊന്നുമോന് ക്യാൻസറാണ് ഉസ്താദ്, തിരുവനന്തപുരത്ത് RCCയിൽ നിന്ന് മടക്കി ഉസ്താദ്, ഇനി ചികിത്സിച്ചിട്ട് കാര്യമില്ല ഉസ്താദ്, ദുആ ചെയ്യണേ ഉസ്താദ്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാ ബാപ്പ പറയുമ്പോ, പടച്ചവനെ, 12 വയസ്സുള്ള പൊന്നുമോന്റെ മരണം കാത്തിരിക്കുന്ന മാതാപിതാക്കളെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കുക. അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ, അള്ളാഹു നമ്മുടെ പൊന്നാര മക്കൾക്ക് ഒരിക്കലും അങ്ങനത്തെ രോഗം തരാതിരിക്കട്ടെ. പടച്ചവരെ, ഞങ്ങൾ ജീവിച്ചിരിക്കെ ഞങ്ങളെ മക്കളെ മയ്യത്ത് ഖബറടക്കേണ്ട ഒരു ഗതികേട് ഒരു ഉമ്മക്കും വാപ്പക്കും നൽകല്ലേ അല്ലാ. ആമീൻ പറ മുഅ്മിനീങ്ങളെ, അല്ലാഹുവേ നൽകല്ലേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കുക, ഈ 10 വയസ്സുള്ള പൊന്നുമോന് അല്ലാഹുവേ തിരുവനന്തപുരത്തെ RCC ക്യാൻസർ സെന്ററിന്റെ വാർഡിൽ ഉമ്മാന്റെ മടിയിൽ തല വെച്ചിട്ട് അപ്പാന്റെ മടിയിലേക്ക് കാല് നീട്ടി വെച്ചിട്ട് കിടക്കുകയാണ്. അവനൊന്ന് മന്ത്രിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് അവന്റെ ഉപ്പ. പടച്ചവനെ, ആ പൊന്നുമോനെ മന്ത്രിക്കുന്ന സമയത്ത് അവന്റെ ഉമ്മ പറയുന്നു, ഉസ്താദേ 3 ദിവസമായിട്ട്
തസ്ബീഹ് മാല കയ്യിൽ നിന്ന് വെച്ചിട്ടില്ല. ആരാണെന്നറിയോ? 10 വയസ്സുള്ള പൊന്നുമോനാ. അവന് നേരെ സ്വർഗത്തിലേക്ക് പോവേണ്ടവനാ. അവന് മരിച്ചാൽ ഹിസാബില്ല. അവന്റെ ഖബർ സ്വർഗമാണ്. അവന്റെ ഖബറിനകത്ത് ഹൂറുല്ലീങ്ങളെ കാത്തിരിക്കുകയാണ് അവനെ സ്വീകരിക്കാൻ. പക്ഷേ 10 വയസ്സുള്ള പൊന്നുമോന് 3 ദിവസമായിട്ട് കയ്യിൽ തസ്ബീഹ് മാലയാ. എന്നിട്ട് അവന്റെ ഉമ്മ പറയാണ്, ഉസ്താദേ, അവന് പറയുന്നത് 3 ദിവസമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതല്ലാതെ അവനിക്ക് പറയാനില്ല. ആ പൊന്നുമോനോട്, മോനെ എന്തടാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ചതെന്ന് ചോദിക്കുമ്പോ ആ പൊന്നുമോഹന് പറയാണ്, ഉസ്താദേ, ഞാൻ ഏത് സമയത്തും മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മരിച്ചാൽ അയാൾക്ക് സ്വർഗം ഉറപ്പാണെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞതറിയാം. ഏത് സമയത്താണ് മരിക്കുകയെന്ന് എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇനി വേറൊന്നും സംസാരിക്കൂല ഉസ്താദേ. ഞാനിനി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് ചൊല്ലലല്ലാതെ മറ്റൊരു സംസാരം ഇനി എനിക്കില്ല ഉസ്താദ്. 10 വയസ്സുള്ള പൊന്നുമോനത് പറഞ്ഞപ്പോ പടച്ചവരെ, എനിക്കെന്നോട് തന്നെ വെറുപ്പ് തോന്നിപ്പോയി. 10 വയസ്സുള്ള പൊന്നുമോന്റെ ഉപ്പ ഞങ്ങളെ കൂടെ വാർഡിൽ നിന്ന് വരാന്തയിലേക്ക് വന്നിട്ട് ചുമരിൽ ചാരി നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ, ഉസ്താദേ, ഇനി 9 ദിവസമേ എന്റെ മകനായുസുള്ളൂ. ഡോക്ടർമാര് പറഞ്ഞിരിക്കുന്നത് 9 ദിവസമാ. 9 ദിവസം കഴിഞ്ഞാൽ എന്റെ മകന്റെ ജീവൻ തീരും ഉസ്താദ്. പടച്ചവനെ, ആലോചിച്ചു നോക്ക് ചെറുപ്പക്കാരാ. 10 വയസ്സുള്ള മകന്റെ മരണത്തിന്റെ ദിവസങ്ങൾ എണ്ണിക്കഴിയുന്ന ആ ഉമ്മയെ കുറിച്ചും ആലോചിച്ചു നോക്കുക. ആ ബാപ്പയെ കുറിച്ചും ആലോചിച്ചു നോക്കുക. പടച്ചറബ് കാക്കുമാറാവട്ടെ. 10 വയസ്സുള്ള പൊന്നുമോന് അവൻ ഏത് സമയത്തും മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മരിക്കാൻ കാത്തിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,